നമസ്കാരം. പുസ്തകാനുരാഗിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 അവസാനിക്കുന്ന നിമിഷത്തിൽ ഈ വർഷം വായനയിൽ ഹൃദയത്തോട് ചേർന്ന് നിന്ന 5 പുസ്തകങ്ങളെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് GR ഇന്ദുഗോപന്റെ ആനോം എന്ന് പറയുന്ന പുസ്തകമാണ്. 1962 വിശുദ്ധ നഗരമായ വത്തിക്കാനിൽ വലിയ അസ്ഥികഷ്ണങ്ങൾ കിട്ടുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ അമേരിക്കൻ ചരിത്രകാരനായ ആളുടെ മുന്നിൽ തെളിഞ്ഞു വന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. 1511 കേരളത്തിലെ കൊച്ചിയിൽ നിന്നും ഇവിടുന്ന് കൊണ്ടുപോയ, വത്തിക്കാനിലെ പോപ്പിന് വേണ്ടി കൊണ്ടുപോയ ആനയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് GR ഇന്ദുഗോപന്റെ ആനോ. ഇന്ദുഗോപന്റെ തന്നെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ആനോ. നിങ്ങളുടെ വായനയിൽ ഉറപ്പായും ആനോം ഉണ്ടാകട്ടെ. മറ്റൊരു പുസ്തകത്തിലേക്ക് കടന്നാൽ അത് സുധാ മേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകളാണ്. ഹിസ്റ്റോറി എന്നാൽ പലപ്പോഴും അവന്റെ ചരിത്രമാവുന്നിടത്ത് മാറ്റി നിർത്തപ്പെട്ടു പോയ, അവഗണിക്കപ്പെട്ടു പോയ, അകറ്റി നിർത്തപ്പെട്ട സ്ത്രീകളുടെ ജീവിതവും വേദനയും നിരാശകളും സ്വപ്നങ്ങളും എല്ലാം ചേർത്ത് വെച്ച അതിസുന്ദരമായ ഒരു ചരിത്ര പുസ്തകമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ചരിത്രം വിശാലാർത്ഥത്തിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന മുഴുവൻ വായനക്കാരും ഉറപ്പായും ഈ പുസ്തകത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് ചരിത്രത്തോട് ചെയ്യുന്ന നീതി കൂടിയാണ്. മറ്റൊരു പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിനോയ് തോമസിന്റെ മുതൽ എന്ന് പറയുന്നൊരു നോവലാണ്. മുതൽ അപ്പം മനുഷ്യ കുലം അതിന്റെ യാത്ര തുടങ്ങുന്ന കാലം മുതൽ ഇങ്ങോട്ട് വിവിധ രൂപത്തിൽ അവൻ എന്ത് ചെയ്തു, അവന്റെ സമ്പാദ്യമായി കരുതി വെച്ച പലതിനെക്കുറിച്ചും, പണവും ഭൂമിയും മൃഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ അവന്റെ സ്വത്തായി കരുതി വെച്ചിട്ടുണ്ടോ അതിന്റെ മുഴുവൻ ഒരു ചരിത്രത്തെയാണ് മുതൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിനോയ് തോമസ് വരച്ചിടുന്നത്. ഗംഭീരമായ ഒരു വായനാനുഭവം തന്ന, ഉറപ്പായും ഒരു നോവൽ ശാഖയിൽ ഒരു നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമാണ് മുതൽ. നിങ്ങളുടെ വായനയിൽ ഈ മുതൽ എന്ന പുസ്തകവും ഉണ്ടാകട്ടെ. മറ്റൊരു പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ EP രാജഗോപാലൻ എഴുതിയ വായനക്കാരന്റെ MD എന്ന് പറയുന്ന എഴുത്തുകാരനെ, MD വാസുദേവൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ നമുക്കെല്ലാം പരിചയമാണ്. അതേപോലെ തന്നെ ആഴവും പരപ്പുമുള്ള വിശാലമായ ഒരു വായനക്കാരൻ കൂടിയാണ് MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരുടെ വായനയുടെ വിചിത്ര വഴികളെക്കുറിച്ച്, MD വാസുദേവൻ നായരുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച്, MD വാസുദേവൻ നായർ ആർത്തിയോടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഒരു പുസ്തക പ്രേമികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുസ്തക പ്രേമികൾക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു പുസ്തകമാണ് വായനക്കാരന്റെ MD എന്ന് പറയുന്ന ഈ പുസ്തകം. അപ്പം വായനയെ ഇഷ്ടപ്പെടുന്ന, വായനയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഓരോ വായനക്കാരനും ഉറപ്പായും കരുതിയിരിക്കേണ്ട, വായിക്കേണ്ട പുസ്തകമാണ് വായനക്കാരന്റെ MD വാസുദേവൻ നായർ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലാണ്. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് മലയാളത്തിന്റെ സാംസ്കാരിക ലോകത്തിന്റെ അഭിമാനമായി തിരിച്ചെത്തുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ആ പുസ്തകം കൂടി പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനമായി പറയാൻ പോകുന്ന പുസ്തകം ആഴിയും തിരയും കാറ്റും എന്ന് പറയുന്ന അഭിലാഷ് ടോമി എന്ന് പറയുന്ന ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നാവികന്റെ പുസ്തകമാണ്. ആഴിയും തിരയും കാറ്റിലും ലോകത്തെ ഏറ്റവും വലിയ സാഹസിക ഉദ്യമങ്ങളിലൊന്നായ ഗോൾഡൻ ഗ്ലോബ് റേസ് മത്സരത്തിൽ പങ്കെടുക്കുകയും ഒറ്റയ്ക്ക് ലോകം ഒരു പായ്ക്കപ്പലിൽ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്ത അഭിലാഷ് ടോമിയുടെ അനുഭവം, ആ ഏകാന്തമായ അനുഭവങ്ങളും അയാൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ആ സ്വപ്നം നേടിയെടുക്കുമ്പോൾ അനുഭവിച്ച ആ ഒരു നിറവും എല്ലാം തുറന്നു വെക്കുന്നതാണ് ഈ പുസ്തകം. ആഴിയും തിരയും കാറ്റും ഒരു മലയാളി എന്ന നിലയിൽ ഉറപ്പായും വായിച്ചിരിക്കേണ്ട, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഉറപ്പായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ് ആഴിയും തിരയും കാറ്റും. അഭിലാഷ് ടോമി എങ്ങനെ നമുക്ക് അഭിമാനമായി മാറുന്നുവെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന പുസ്തകമാണ്. അപ്പൊ ഈ 5 പുസ്തകങ്ങളിലേക്ക്, ഏറ്റവും പ്രിയപ്പെട്ട 5 പുസ്തകങ്ങളിലേക്ക് ഒതുക്കേണ്ടി വരുന്നത് ഒരു വലിയ സാഹസമാണ്. എങ്കിലും ആ സാഹസത്തെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ഈ വർഷം വായിച്ചാൽ ഒരുപാട് പ്രിയപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട 5 പുസ്തകങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്. അപ്പൊ ഈ 5 പുസ്തകങ്ങളും നിങ്ങളുടെ വായനയ്ക്ക് ഉറപ്പായും ഒരു മുതൽക്കൂട്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.